അതെന്താ? മന്ത്രിയായി കയറിയപ്പോ തന്നെ ടെൻഷനായോ? മന്ത്രി ആയതുകൊണ്ടൊന്നും അല്ലടാ, അവിടെ ടെൻഷനൊന്നുമില്ല. പിന്നെന്താ പ്രശ്നം? അമ്മയുടെ മകനല്ലേ നിക്കുന്നേ, പറയേ. എടാ, എനിക്ക് വലിയ സംശയമുണ്ട്. ആ ഹോം നേഴ്സും ഋതികയുമായിട്ട് എന്തോ അടുപ്പമുള്ള പോലെ. അവര് വല്ല പരിചയക്കാരുമായിരിക്കും. അതിനിപ്പോ നമുക്കെന്താ? ആ ഡോക്ടർ ഹോം നേഴ്സിന്റെ പ്രൊഫൈൽ അമ്മയ്ക്ക് അയച്ചു തന്നല്ലേ, പിന്നെന്താ? എടാ, ഫേക്ക് പ്രൊഫൈല് കാണിച്ച് ആ ഡോക്ടർ നമ്മളെ പറ്റിച്ചതാണോ? അതിലെനിക്കൊരു ഡൗട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ആ സംശയം ഞാനിപ്പോ തീർത്തു തരാം. അത് അറിഞ്ഞിട്ട് തന്നെ കാര്യം. കുടിക്ക്, മരുന്ന് കഴിക്കാനുള്ളതാ. അമ്മ, നമ്മൾ പറയുന്ന എന്തെങ്കിലും അച്ഛന് മനസ്സിലാവുന്നുണ്ടോ? ഇല്ല മോളെ, ലക്ഷണം കണ്ടിട്ട് ഒന്നും മനസ്സിലാവുന്നില്ലെന്ന് തോന്നുന്നു. അച്ഛാ, അച്ഛാ, അച്ഛന് എന്നെ മനസ്സിലാവുന്നുണ്ടോ? അച്ഛനും കേൾവിക്കുറവും പറ്റിയിട്ടുണ്ടെന്നാ തോന്നുന്നു. ഇനി മതി. ഓറം കേറി വന്നു. വല്യമ്മാവ, കാര്യം വല്യമ്മാവൻ ബെൽറ്റിനും ശീമക്കൊന്ന കമ്പിനും വരെ എന്നെ അടിച്ചിട്ടുണ്ട്. എന്നാലും വല്യമ്മാവൻ എനിക്ക് ജീവനാണ്. വല്യമ്മാവന്റെ ഈ ഒടിച്ചു മടങ്ങിയുള്ള കിടപ്പ് കാണുമ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമുണ്ട്. ഒന്ന് എഴുന്നേറ്റ് പോവേ. അച്ഛന് ശല്യപ്പെടുത്താൻ പറ്റില്ല. സുഖമില്ലാതെ കിടക്കുന്ന ആളാ. അതിന് ഞാൻ വല്യമ്മാവനെ ഉപദ്രവിക്കാൻ വന്നതല്ലോ. ഇതിന്റെ വല്യമ്മാവനല്ലേ? നീ വല്ലാതങ്ങ് വശം കെട്ടുപോയി. ഓക്കൊക്കങ്ങ് വാടി. ഈ അരച്ചില്ലേടി സാറിനെങ്ങനെയുണ്ടാ? അച്ഛൻ വന്ന് കണ്ടതല്ലേ, അങ്ങനെ തന്നെ കിടക്കുക. അവിടുന്ന് അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറാൻ പറ്റില്ലമ്മേ. ഞാൻ ഇപ്പൊ വന്നു തന്നെ എന്റെ ഡ്രസ്സ് എടുത്തോണ്ട് പോവാനാ. ഇനി ഞാൻ കൂടുതൽ സമയം അവിടെ തന്നെ വേണം. 1-2 ദിവസം കൂടുമ്പോഴേ ഞാൻ ഇവിടേക്ക് വരൂ. പിന്നെ അമ്മയും അച്ഛനും എന്നെ കണ്ടേ പറ്റുമെന്ന് വാശി പിടിക്കരുത്. സിറ്റുവേഷൻ അതായതുകൊണ്ടാ. ചേച്ചി എന്താ കാഴ്ച ബംഗ്ലാവിലേക്ക് നോക്കുന്ന പോലെ ഇങ്ങനെ നോക്കുന്ന? അല്ല, നിന്റെ കാര്യം ഓർക്കുമ്പോഴേ എനിക്ക് സങ്കടം ഉണ്ടടാ. കരച്ചില് വരുവാ. കരച്ചിലോ? അതിന് എനിക്കൊന്നും പറ്റിയില്ലല്ലോ. എന്റെ പ്രിയപ്പെട്ടവരായ നിങ്ങൾക്കും ഒന്നും പറ്റിയില്ല. അതല്ല, നീ ഇപ്പോ PA ഒന്നും അല്ലല്ലോ. ഓ, അതാ എനിക്ക് സങ്കടം. PA ജോലി പോയപ്പോഴേ നിന്റെ ജന്മം തൊലഞ്ഞൂന്നാ ഇവള് പറഞ്ഞു വരുന്നത്. അതാണോ? അംബികയുടെ PA ആയെന്നും എനിക്ക് ജോലി വേണ്ട. അതിലും ഭേദം മൂർഖം പാമ്പിനെടുത്ത് കഴുത്തി ചുറ്റുന്നതാ. അല്ല, അപ്പൊ നിനക്ക് വൈരാഗ്യമൊന്നുമില്ലല്ലേ? ഞാൻ കരുതി ജയേട്ടനും എനിക്കൊക്കെ ഈ സൗഭാഗ്യമൊക്കെ വരുന്നതില് നിനക്ക് അസൂയുണ്ടെന്ന്. ചേച്ചിക്ക് ഇത് എന്തു പറ്റി? ഞാൻ അത്രയ്ക്ക് ചീപ്പാണോ? എടി, നിന്നെ പോലെ കുഷ്ഠരോഗം പിടിച്ച മനസ്സൊന്നുമല്ല എന്റെ മോന്റേത്, കേട്ടോടി. എന്റെ രാധേ, ഇവള് കിളി പോയി നിക്ക. കെട്ടിയോന് PA ഉദ്യോഗം കിട്ടിയപ്പോ ഏതോ മഹാരാജാവിന്റെ രാജ്ഞിയാണെന്നാ ഇവളുടെ വിചാരം. ചേച്ചി, ഞാൻ സാറിനോടുള്ളൊരു ഇഷ്ടം കൊണ്ടാ ഞാൻ സാറിന്റെ PA ആയത്. അല്ലാതെ ഏത് അലവലാദികളുടെ PA ആവാനൊന്നും എന്നെ കിട്ടില്ല. എനിക്ക് ആ ഉദ്യോഗം വേണ്ട.
മറ്റുള്ളവരുടെ എല്ലാം കാര്യങ്ങൾക്കായി റെസ്റ്റ് ഇല്ലാതെ ഓടി നടന്ന ആളാ എന്റെ അച്ഛൻ. ഇപ്പൊ ഈ കിടപ്പ് കണ്ടില്ലേ? മോളും പത്മയും മാറി മാറി സാറിന്റെ അടുത്തിരുന്ന് പഴയ കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യാൻ ശ്രമിക്കുക. ആള് ഇമോഷണൽ ആകണം. ചിലപ്പോ സർപ്രൈസ്ഡ് മെമ്മറി തെറാപ്പി വഴിയും ഓർമ്മകൾ തിരിച്ചു വരാം. അച്ഛനോട് സംസാരിക്കാനാ വന്നത്. അച്ഛൻ കേൾക്കണം, തിരിച്ച് എന്നോട് സംസാരിക്കണം. അച്ഛനും ഞാനും തമ്മിലുള്ള ഒത്തിരി കാര്യങ്ങൾ സംസാരിക്കാം. അച്ഛന് വിഷമുണ്ടാക്കുന്ന ഒരു കാര്യവും ഞാൻ പറയില്ല. ഈ അടുത്ത സമയത്ത് അച്ഛൻ എന്നോട് ഇത്ര സ്നേഹമാണെന്ന് ഞാൻ അറിഞ്ഞത്. എന്നെ കാണാതെ അച്ഛൻ ഓർക്കം പോലും വരില്ലായിരുന്നല്ലേ? അച്ഛനത് ഓർക്കുന്നില്ലേ? അച്ഛനത് ഓർക്കുന്നില്ലെങ്കിൽ ഞാനത് ഓർമ്മിപ്പിച്ചു തരട്ടെ. അച്ഛനതൊന്നും ഓർക്കുന്നില്ലേ?